ഗായ്സ്, ഇന്ന് നമുക്ക് മീഷോയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതെന്ത് പ്രോഡക്റ്റാണെന്നുള്ളത് ഞാൻ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാം അല്ലേ? അയ്യോ, എന്നെ കൊല്ലല്ലേ. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. മാറ്. അൺബോക്സ് ചെയ്യാൻ സഹായിക്കോ? യൂട്യൂബിൽ വീഡിയോ ഇടാൻ ഇതിനെയും കാണിക്കണേ. ഇത് ഇത്രയാണ് നമ്മൾ ഫിക്സ് ചെയ്ത് സെറ്റ് ചെയ്യേണ്ടത്. ഈ റിവാർഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കണ വെറുതെയാണ്. നമ്മളിതാണ് 5 സ്റ്റാർ കൊടുക്കുകയും ചെയ്യും, അവസാനം ഒരു തേങ്ങയും കിട്ടൂല. ഇതെന്തിന് കാണിക്കണത് ഇതിൻ്റെ ഇടയിൽ കൂടെ? ഓക്കെ, ഇനി നമുക്ക് ഫിക്സ് ചെയ്യാം. ഹായ്, ബിസ്ക്കറ്റ്. ഓക്കെ, ഹലോ ഗായ്സ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ദേ ഇതോ, അതിന് ഒരു സ്ഥലത്ത് ഇരിക്കാൻ വയ്യ. പിന്നെ ഇതിൻ്റെതാ ഇങ്ങനെ കമ്പ് കണക്കുള്ള സാധനങ്ങൾ, ഇതെല്ലാം കൂടെ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മളെ സാധനങ്ങൾ. ഇത് ഫോട്ടോയിൽ കാണിച്ചതിനെക്കാട്ടി വന്നപ്പോഴത്തേക്ക് കൊച്ച് ടേബിൾ ഇതാ എൻ്റെ ഒരു കൈയുടെ ഇത്തിരിയേ ഉള്ളൂ നീളവും. ഇതും കൂടെ 709 രൂപയ്ക്ക് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി നമുക്കിത് ഫിക്സ് ചെയ്തിട്ട് കാണാം. ഓക്കെ, എങ്ങനെയൊന്നും ഒരു ഐഡിയ ഇല്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഈ സാധനത്തിൻ്റെ ഇടയിൽ ഇത് ഫിക്സ് ചെയ്യണമെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിന് കറക്റ്റ് ഈ സാധനം നമ്മൾ ഇതിൻ്റെ ഇടയിൽ കയറ്റി കൊടുക്കണം. വീണ്ടും ഇത് കണക്കുള്ള സാധനം ഇവിടെ നമ്മളിതാ ഫിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. വലിയ വാവട്ടം ഇതുമാതിരി ഇതിൻ്റെ ഇടയിൽ കയറ്റി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ അടുത്ത് കൂടെ നമ്മൾ ഇതാണ് വയ്ക്കേണ്ടതെന്ന് തോന്നുന്നു. ഇതേ കണക്കുള്ള ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ തിരിച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് തോന്നുന്നു. ഓക്കെ, അത് ഇരിക്കണമുണ്ട്. ഓക്കെ, ഇതിങ്ങനെ നമുക്ക് ഇതും ഇങ്ങനെ അമുക്കി ഇവിടെയും ഇങ്ങനെ അമുക്കണം. ഇവിടെ ഈ സാധനം ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനമായിട്ടുണ്ട്. വാവ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് കയറ്റണം. താങ്കൾ ഒന്ന് സൈഡ് തന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യായിരുന്നു. മിസ്റ്റർ മാറോ. ആര്? നമ്മൾ വീണ്ടും ഇരുന്നിട്ട് വീണ്ടും ഇത് അൺബോക്സിങ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. പുതിയ ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതെന്തിനാണ് കാണിക്കണ? യഥാർത്ഥത്തിൽ ഇതിന് വയ്യെന്ന് തോന്നുന്നു. എന്നിട്ട് കടിക്കാതിരുന്നാൽ മതി. ഇവനെ ഞാൻ അഡോപ്റ്റ് ചെയ്തതാണ്. ഒരാളും കൂടെ ഉണ്ടായിരുന്നു, അവൾ മരിച്ചുപോയി. ഇവൻ മരിക്കേണ്ട സ്റ്റേജിലാണ് കിട്ടിയത്. ഇവനെ നമ്മളൊരു വിധം രക്ഷപ്പെടുത്തി എടുത്തുകൊണ്ട് വന്നതാണ്. ഭയങ്കര ലവ്വിങ് ആണ്. ഓക്കെ, നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവനെ ഇട്ട് അലമ്പിക്കൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് അടുത്ത ഫിക്സ് ചെയ്ത് ഉണ്ടായി. അവിടെ ദേഷ്യം വന്നാണ്ടല്ല, എനിക്കൊന്നും തരൂല തിന്നെ. അയ്യടാ, കൊച്ചു വാവ നോക്കിയാണ്. കുഞ്ഞു വാവേ. അയ്യോ, ഇതിത്തി കടുപ്പമായിപ്പോയി. ഓക്കെ, നമ്മളിങ്ങനെ ഇത് ഏറ്റിയിട്ട് ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കണം, എന്നാലേ അത് ഇറുവിയിരിക്കത്തുള്ളൂ. ഇനി നമുക്ക് അടുത്തത് ഇങ്ങനെ തിരിച്ച് അടുത്തത് നമുക്കിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫൈനല്.
വലിയ നമുക്ക് പൈസയ്ക്ക് നമുക്ക് അഫോർഡബിൾ അല്ല. ഇത് ജസ്റ്റ് ഒന്ന് പൊക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടഭാഗം എല്ലാം കൊണ്ട് ഇളവി വരും. വെയിറ്റ് തൂങ്ങുമ്പോൾ ഇതിങ്ങി എങ്ങനെയാണ് മറിഞ്ഞ് വീണതെന്നും അറിഞ്ഞുകൂടാ. സ്പേസും കുറവാണ്. ഇതിപ്പം ഒരു പൊക്കമുണ്ട്, ഇതിന് ഒരു 4 അടി പൊക്കം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല. അത്യാവശ്യം മിനി സാധനങ്ങൾ വയ്ക്കാനാണെങ്കിൽ ഇത് ഓക്കെ ആവും. ഞാനിപ്പോൾ ഡ്രസ്സ് ഇട്ട് വയ്ക്കാതെ മുന്നേ വാങ്ങിച്ചതാണ്, പക്ഷേ ഇത് ഡ്രസ്സ് ഇട്ട് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വേറൊരു അൺബോക്സിങ് കൂടെ ഉണ്ട്. ഇത് മീഷോയിൽ നിന്നാണ്. മീഷോയിൽ നിന്ന് എനിക്ക് ചെരുപ്പൊക്കെ വാങ്ങുന്നതൊക്കെ അഫോർഡബിളാണ്. ചിലർക്ക് സൈസൊന്നും കറക്റ്റ് ആവത്തില്ലെന്ന് പറയും. എനിക്കിത് ഓക്കെയാണ്. അപ്പോൾ ഇതും നമുക്കൊന്ന് നോക്കാം. ഇത് സൈസ് 7 ആണ്. 6 ആണെങ്കിൽ കറക്റ്റ് 7 ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു കംഫർട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ 7 മേടിച്ചു. ഇത് 205 രൂപയാണ്. ഇതാണ് നമ്മളുടെ 205 രൂപയുടെ ചെരുപ്പ്. കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ നനഞ്ഞു കഴിഞ്ഞാൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ അകത്ത് എന്തായാലും ഗമ്മായിരിക്കും. ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് എന്തായാലും ബെറ്ററാണ്. പിന്നെ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇവിടുത്തെ ചിലപ്പം കുറേ നാൾ കഴിയുമ്പോൾ പോകും. ഇതെന്തായാലും കുറച്ച് വെള്ളമൊക്കെ നനയുമ്പോഴത്തേക്ക് സംഭവം ഇളവും. അതുകൊണ്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം. നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു പുതിയ സാധനത്തിൻ്റെ മണം വരത്തില്ലേ, പ്രോഡക്റ്റിൻ്റെ അതേ കണക്ക് പുതിയ പ്രോഡക്റ്റിൻ്റെ ഒരു മണമുണ്ട്. കൊള്ളാം. ഇത് ഒരുപാട് ഇടാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. കാരണം ഇതൊക്കെ ഇങ്ങനെ ഇളകി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് ഇട്ടിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സുഖമില്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം. ബോയ് ഹായ് കൊടു. അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.